എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നാളെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. അപ്പോൾ കല്യാണ വീട്ടിലേക്ക് ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് പോയതാണ്. പോയപ്പോൾ നല്ല ഒരു ധോലിപ്പാട്ടിൻ്റെ ഒരു സൗണ്ട്. അപ്പോൾ തന്നെ ഞാൻ നേരെ ചാടി കയറി ധോലിപ്പാട്ട് കാണാൻ വേണ്ടി കയറി. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ധോലിപ്പാട്ട് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ധോലിപ്പാട്ട് എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് ധോലിപ്പാട്ട് എന്നത്. പണ്ട് മുതൽക്ക് എല്ലാ കല്യാണങ്ങളിലും ഒരുപാട് തരത്തിൽ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ ധോലിപ്പാട്ട്. മറ്റ് കലാരൂപങ്ങൾ എന്ന് പറയുന്നത് കോൽക്കളി, പരിചയക്കളി, കൈകൊട്ടിപ്പാട്ട്, അതുപോലെ കല്യാണത്തിന് പ്രധാനമായിട്ടുള്ള ഒന്നാണ് വാള് വയ്ക്കലും അതിൻ്റെ പാട്ടും പുറപ്പാട്. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ഉണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ധോലിപ്പാട്ട് ഇപ്പോഴും മിക്ക കല്യാണ വീടുകളും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ സംഭവമാണ് ധോലിക്കം എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ വാദ്യ ഉപകരണം. ഇതിൽ നല്ല താളബോധത്തോട് തട്ടുന്ന ഒരാളുണ്ടെങ്കിൽ, കൂടെ നല്ലൊരു പാട്ടുകാരനുണ്ടെങ്കിൽ സംഭവം കുശാലാണ്. കൂടെ ഇരിക്കാൻ ഒരുപാട് പേരും വേണം. ഇതുപോലെ വട്ടത്തിലിരുന്ന് നല്ല മനോഹരമായിട്ടുള്ള പാട്ട്, ലക്ഷദ്വീപിൻ്റെ തന്നെ പഴയ ആചാരങ്ങളോ അല്ലെങ്കിൽ ലക്ഷദ്വീപിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും വിളിച്ചോതുന്ന ചില നല്ല മനോഹരമായിട്ടുള്ള പാട്ട് വരികളുണ്ടാവും. ആ പാട്ടുകൾ ഇങ്ങനെ ഒന്നിച്ചു പാടി, ഒരാൾ ആദ്യം പാടി പിന്നെ അതിന് കോറസ് പാടി നല്ല മനോഹരമായിട്ട് ഇത് പാട്ട് പോകുമ്പോൾ അതിൻ്റെ മുറുക്കം അല്ലെങ്കിൽ അതിൻ്റെ ഫാസ്റ്റ് കൂടുന്ന ഒരു സ്ഥലത്ത് എന്താ പറയുക, ശൈലി ഒന്ന് വേറെ തന്നെയാണ്. കേൾക്കാൻ അടിപൊളിയാണ്. മാത്രമല്ല കൈകൊട്ടിൻ്റെ താളം മാത്രമല്ല മറ്റൊരു താളം കൂടി ഇതിന് ഒപ്പം ചേരുന്നുണ്ട്. ആ താളത്തിന് കിന്നാരമെന്നും കൈമണിയെന്നും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളും അറിയപ്പെടും. എന്തായാലും ഇതാണ് ഞങ്ങളുടെ ലക്ഷദ്വീപിലെ ധോലിപ്പാട്ട്. ഇപ്പോൾ ലക്ഷദ്വീപിലെ യുവജനോത്സവ വേദികളിൽ മിക്കവാറും കോമ്പറ്റീഷന് വളരെ വലിയൊരു ഐറ്റം തന്നെയാണ് ധോലിപ്പാട്ട്. എന്തായാലും നല്ല രസമാണ് ഈ ധോലിപ്പാട്ട്. നിങ്ങൾ ലക്ഷദ്വീപ് സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ധോലിപ്പാട്ട് ടീമിന് കൂട്ടത്തിലിരുന്ന് നിങ്ങൾ കൈകൊട്ടിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങളും ആ പാട്ട് കേൾക്കണമെങ്കിൽ സംഭവം വൈബ് തന്നെ ആയിരിക്കും.